ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്കൊരു പോസിറ്റീവ് ഫീലാണ് വരുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം നിങ്ങളുടെ വ്യക്തിയെ കെയർ ചെയ്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ സഹിച്ചിരുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചവരാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയെ ശരിയാക്കി കൊണ്ടുവരാൻ ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് ഇവരെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ നിങ്ങൾ കുറേ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. അതിനെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നതും. അപ്പോൾ അത്രത്തോളം ത്യാഗം സഹിച്ചവരാണ് നിങ്ങളെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് അവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയും അവരെ നിങ്ങൾ ഒരുപാട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തവരാണ് നിങ്ങളെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങളൊരു സാധാരണ ഒരു വ്യക്തിയല്ലെന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. കാരണം നിങ്ങൾ സ്പിരിച്വൽ കണക്ഷനുള്ള വ്യക്തികളാണ്, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ആ ഒരു പാത്തിലൊക്കെ പോകുന്ന വ്യക്തികളാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ മറ്റുള്ളവരോട് എന്താ പറയുക, ഒരു ജ്യോതിഷം അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടൊക്കെ അവർ ടാരോട്ട് അതിലൊക്കെ അവർ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ഈ സമയം നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ അവരെ ഓർക്കാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അവരോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ എന്നൊക്കെ അവർ മറ്റുള്ളവരിൽ നിന്നും അവർ ഗൈഡൻസ് തേടുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സിനോട് ഈ സമയത്ത് നല്ല പോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ച് ലഭിക്കാനായിട്ട് ഈ സമയം അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ഒരു നല്ലൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയാണ് ആൾ നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. പക്ഷേ എന്നിരുന്നാലും ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തി ഏതോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ, ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിലുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി പെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ആൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്ക് എല്ലാം ഒന്ന് കലങ്ങി തെളിയണമെന്നുള്ള ഒരു ആഗ്രഹമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ വ്യക്തിയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പെട്ടുകിടക്കുകയാണ് എന്നതാണ് ഇവിടെ കാണാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാനും സാധിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ കൊടുത്തിരുന്നൊരു സ്നേഹമൊന്നും ആ ഒരു കണക്ഷന് അവർക്കിപ്പോൾ ലഭിക്കുന്നില്ല. ആ ഒരു തേർഡ് പാർട്ടി കണക്ഷന് കുറച്ച് പേർക്കൊക്കെ അങ്ങനെയായിരിക്കാം, തേർഡ് പാർട്ടിയിലേക്ക് പോയവരുണ്ട്. അല്ലാത്ത പക്ഷം കുറച്ച് പേർക്കൊക്കെ വേറെ എന്തോ സിറ്റുവേഷനിൽ കുടുങ്ങിപ്പോയവരുണ്ട്, വേറെ ഒരു സിറ്റുവേഷനിൽ കുടുങ്ങിപ്പോയവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ എംപ്രസ് എനർജിയാണ്. അവർ കാണുന്ന ഒരു എംപ്രസ്, അതായത് ഒരു പാരൻസ് എങ്ങനെയാണോ ഒരു മക്കളെയൊക്കെ നോക്കുന്നത് അതുപോലെ നിങ്ങൾ അവരെ കെയർ ചെയ്ത വ്യക്തികളാണെന്ന് ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ ആയിരുന്നു നിങ്ങൾ. അത്രത്തോളം അവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അത്രത്തോളം നിങ്ങൾ അവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ നിന്നവരാണ്. ഒരു സ്നേഹത്തിനായാലും ഒന്നിനും നിങ്ങളൊരു കുറവ് വരുത്താതെയാണ് അവരെ നിങ്ങൾ നയിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി
ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഒരുപാട് അവർ നിങ്ങളുടെ വില എത്രത്തോളം നിങ്ങളായിരുന്നു ശരി, അല്ലെങ്കിൽ ആ ഒരു കണക്ഷനിൽ പെട്ടു പോയതിന് ശേഷം, ഇതെല്ലാം ജനറലാണ്. അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഇതിലുണ്ട്. അപ്പോൾ കുറച്ച് പേര്, എല്ലാവരും ഇപ്പോൾ തേർഡ് പാർട്ടിയിലേക്കല്ല പെട്ടിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ ഫാമിലിയും കാര്യങ്ങളിലൊക്കെ പെട്ടവരുണ്ട്. കുറച്ച് പേര് മറ്റ് കണക്ഷനിൽ പോയവരുണ്ട്. മറ്റ് ചിലരൊക്കെ വേറെ എന്തോ സിറ്റുവേഷനിൽ കുടുങ്ങിപ്പോയവരുണ്ട്. എന്നിരുന്നാൽ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ വില നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ജസ്റ്റിസ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം നീതി അർഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ആ വ്യക്തി ഓർക്കുന്നുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ എന്തൊക്കെ ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുത്തതും, നിങ്ങൾ ഒരുപാട് നീതി അർഹിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നീതി വേണം, നിങ്ങൾ നീതിക്ക് അർഹരാണ് എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പം നിങ്ങളുമായിട്ടൊരു പുതിയൊരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ആഗ്രഹിക്കുമ്പോഴും അവരുടെ സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. ഇപ്പോഴും അവർ അതിൽ നിന്ന് പുറത്ത് കടക്കാതെയാണ് അവർ ഇതൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ ആഗ്രഹിക്കുകയാണ് ഒരു കൂടിച്ചേരൽ നിങ്ങളുമായിട്ടുണ്ടാകണം എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആൾക്ക് ഇതുവരെ പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നതും. പക്ഷേ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇവരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ആൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തത്. പക്ഷേ ആൾ ഇഷ്ടം കൊണ്ടല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ കൊടുത്തൊരു സ്നേഹമൊന്നും ഇപ്പോൾ അവിടെ കിട്ടുന്നില്ല. ആൾ ഫുള്ള് കൺട്രോളാണ്. അവരെ താളത്തിന് തുള്ളേണ്ട ഒരു അവസ്ഥ. ശരിക്കും ഇതിലൊരു പെട്ട് കിടക്കുക. കുറച്ച് പേർക്കൊക്കെ ഈ വ്യക്തിനെ നല്ല രീതിയിൽ ബ്ലാക്ക് മാജിക്കലൊക്കെ ചെയ്ത് വെച്ചതായിട്ടും കാണുന്നുണ്ട്. ആൾക്കൊന്നും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും കാണുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഈ വ്യക്തി തന്നെ എന്താ പറയുക, അതിൽ പെട്ട് കിടക്കുക, ഒന്നും ചെയ്യാൻ സാധിക്കാതെ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ഇവിടെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ആൾക്ക് ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി. പക്ഷേ നിങ്ങളിലേക്ക് വരേണ്ട ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവർ തന്നെ ഒരു ആക്ഷൻ എടുത്ത് വരേണ്ട കാര്യത്തിൽ ആൾക്കൊരു എന്താ പറയാം, ഇപ്പോൾ വന്നാൽ ശരിയാകുമോ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ എന്ന് വെച്ചാൽ ആൾ ഇപ്പോൾ ചിന്തിക്കുന്നതും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓർത്തിട്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഇവരെ സ്വീകരിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവരുടെ കോൾ നിങ്ങൾ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ നിങ്ങൾ കൂടുതലും അപ്പോൾ അത് ഈ വ്യക്തിയെ ഈ സമയത്ത് അവരെ പിടിച്ചു നിർത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ ഈ ഒരു സമയം അവർക്ക് നിങ്ങളുമായിട്ട് ഈ ഒരു സമയം അവരിപ്പോൾ എന്തൊക്കെ സാഹചര്യത്തിലാണെങ്കിലും, അവർക്ക് ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ഇപ്പോൾ അവർ കരിയറിലൊക്കെ ഫോക്കസ് കൊടുക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവർക്കൊന്നിലും ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ കാരണം ഇവർ ഇപ്പോൾ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷന് വേണ്ടി ഇനി എഫേർട്ട് എടുക്കേണ്ടി വരുമെന്നുള്ളതും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം. കുറച്ചൊക്കെ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഉത്തരവാദിത്തമുള്ള വ്യക്തിയായിരിക്കാം, കുറച്ചൊരു സൊസൈറ്റിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ആൾക്ക് പിന്നെ പെട്ടെന്ന് ആൾക്ക് ഒരു ഡിസിഷൻ എടുത്ത് വരാൻ പറ്റില്ല എന്ന് തന്നെയാണ് ആൾക്കിപ്പോൾ അങ്ങനെയാണ്, ആ ഒരു അവസ്ഥയിലാണ് ആളുള്ളത്. പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാം എന്നുവെച്ചാൽ എല്ലാം ആലോചിച്ചിട്ട് ഈ വ്യക്തി ഡിസിഷൻ എടുക്കൂ. പെട്ടെന്ന് ഇപ്പോൾ ഒരു വ്യക്തിയിൽ ഇപ്പോൾ ആളുടെ ഇപ്പോൾ വൈഫാണെങ്കിൽ, ഇപ്പോൾ വൈഫിൻ്റെ കാര്യത്തിലേക്ക് കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ വന്ന ശരിയാകില്ല എന്നുള്ള ഒരു ഇതായിരിക്കാം. ആൾ ഫാമിലി ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് അവരെ ഉത്തരവാദിത്വമൊക്കെ ഉള്ളതുകൊണ്ടും അവർക്കിപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നാൽ ആകെ തകിടം മറിയും എന്ന് വിചാരിച്ചിട്ടും ഈ വ്യക്തി ഇങ്ങനെ മാറി നിൽക്കുന്നതും ആവാം. കാരണം ഈ വ്യക്തി അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വഴങ്ങുന്ന ഒരു കൂട്ടത്തിലല്ല, കുറച്ച് പിടിവാശിയൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളെ ചില സാഹചര്യത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കാം ഈ വ്യക്തി. ആദ്യം രീതിയിലൊക്കെ നിങ്ങളെ കൺട്രോൾ ചെയ്ത് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുമായിരിക്കും ഈ വ്യക്തിക്ക്.
അതുപോലെ തന്നെ അല്ലാത്തവർ ഇപ്പോൾ കപ്പിൾസിനാണെങ്കിലും ഈ വ്യക്തി ഏതോ ഒരു സാഹചര്യത്തിൽ പെട്ട് കിടക്കാം, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിൽ പെട്ട് കിടക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ എക്സ് ആയിരിക്കാം, ആദ്യത്തെ ഒരു എന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിൽ ഈ വ്യക്തിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ആളിങ്ങനെ എന്ത് ചെയ്യണം, ഇപ്പോൾ വന്ന ശരിയാവില്ല ഒരു തരത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത് പോലും. അതാണ് പക്ഷെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതൊരു എന്തു പറയുക, വരാതിരിക്കാനും പറ്റുന്നില്ല. അത്രത്തോളം നിങ്ങൾ കൊടുത്തിരുന്നൊരു സ്നേഹമൊക്കെ ആളിപ്പോഴും ആൾക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇനി അവർക്ക് എന്താണ് നിങ്ങളടുത്ത് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതൊക്കെ, അതായത് നിങ്ങളിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുക. നിങ്ങളായിരുന്നു ശരി, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് ഒരു പുരോഗതി ഉണ്ടാകുന്നത് അത് നിങ്ങളിലേക്ക് വരുമ്പോഴാണ് എന്നത് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇപ്പോൾ ആ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ തമ്മിലുള്ളത് ഒരു സെപ്പറേഷനാണ്. ആ വ്യക്തി ഒരു സൈലൻറ്റ് മൂഡിലാണ് നിൽക്കുന്നതെന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈലൻ്റ് ആയിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് പോലും. ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമൊത്തുള്ള ഒരു റിയൂണിയൻ, ഒരു വെഡ്ഡിങ് റിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വെഡ്ഡിങ്, അതുപോലെ നിങ്ങളുമൊത്തുള്ള ഒരു റിയൂണിയനൊക്കെ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാരേജ്. ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ കണക്ഷൻ എന്ന് പറയുന്ന ഒരു സോൾമേറ്റ് കണക്ഷനാണെന്നും ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. സോൾമേറ്റ് കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോൾമേറ്റ് ആണ് എന്ന് ഈ വ്യക്തി ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. അത്രത്തോളം നിങ്ങളടുത്തായിരുന്നു ആ വ്യക്തിയുടെ ആ ഡീപ്പ്, ആ വ്യക്തി എന്തൊക്കെയായാലും നിങ്ങളടുത്തായിരുന്നു കൂടുതൽ ഹാപ്പി ആവാൻ പറ്റുന്ന ആ വ്യക്തിക്ക്. ആ വ്യക്തിയുടെ സ്വഭാവമൊക്കെ പുറത്തെടുക്കുന്നത് നിങ്ങളുടെ മുമ്പിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ചേർന്നൊരു പാർട്ട്ണർ അത് നിങ്ങൾ തന്നെയാണെന്ന് ഈ വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആൾക്ക് ഇതൊക്കെ പുറത്ത് കിടന്ന് ഇതൊരു റീബർത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളും മൊത്തൊരു റീബർത്ത് വേണം, ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് ആൾക്ക് പുറത്ത് കിടക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ആളുള്ളത്. കാരണം അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ അതായത് ഇതിലേക്ക് തുടരാനായിട്ട്, അതായത് ഈ തേർഡ് പാർട്ടിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. കാരണം നമുക്ക് കാണാൻ ഡബിൾ എനർജിയാണ്. ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് അതിൽ നിന്ന് കൊടുക്കുന്നത് പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കതിൽ താല്പര്യമില്ല. അതൊരു എന്താ പറയുക, ആൾക്കൊരു മരവിച്ചൊരവസ്ഥയാണ്. ജീവിച്ചു പോകുന്നത് തന്നെ വല്ലാത്തൊരു അവസ്ഥ. കാരണം നിങ്ങളില്ലാതെ ആൾക്കൊരു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അതിൽ നിന്ന് ആൾക്ക് പുറത്ത് കിടന്ന് ആളൊരു റീബർത്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്നാണ്. അപ്പോൾ അതിലൊരു റീബർത്ത് വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. അതാണ് ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങളെ ആളിപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളെ വാച്ച് ചെയ്യുന്ന പറയുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി, ഫ്രണ്ട്സ് വഴി, അതുപോലെ പിന്നെ ഒക്കെ വാച്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ഇടുന്ന സ്റ്റാറ്റസോ ഫോട്ടോസൊക്കെ നോക്കി നിങ്ങളെ എല്ലാ രീതിയിലും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതൊക്കെയാണ് കാണുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കാം, ഇതാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. ഇടുക്കി, ഉത്രട്ടാതി, ഗൾഫ് രാജ്യം, ലെറ്റർ എ ആണ്. ജനുവരി, ബ്ലാക്ക് കളർ, പിങ്ക് കളർ. എബ്രോഡ്, ലെറ്റർ എസ് ആണ്. ലെറ്റർ എഫ് ആണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം. ലെറ്റർ പി ആണ്. രോഹിണി, അനീഴം, ലെറ്റർ യു, യെല്ലോ കളർ 1 എന്ന് കിട്ടിയിട്ടുണ്ട്. 21, 1841, 1650, 30, 31. അപ്പോൾ
അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഒന്നുകൂടിയുണ്ട് 47. അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക്